ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? പിന്നെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടൊക്കെ ആഘോഷിച്ചോ? കഴിഞ്ഞ വർഷത്തെ അത്ര ആഘോഷമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ചെറുതായിട്ടൊരു ആഘോഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കരോളൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. വലിയ രീതിക്കൊന്നും ചെയ്തില്ല, കാരണം ഒത്തിരി സമയം വേണ്ടേ. പിള്ളേരൊക്കെ ഇന്നലെ രാത്രി പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പിടിച്ചിരുത്തി ചെയ്യിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നില്ല, ഒന്ന് രണ്ട് ടിപ്പ് പറയുകയോ ചെയ്യുന്നത് കേട്ടോ. കാരണം മിക്കവർക്കും ഇനിയിപ്പോൾ മഞ്ഞയ്ക്കല്ലേ, അപ്പോൾ എല്ലാവർക്കും ഈ മുടി കൊഴിച്ചിലുണ്ട്, മുടി കിളുക്കാതിരിക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ടിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഒത്തിരി വ്യത്യാസമുണ്ട്, കാരണം ഞാനിടയ്ക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വ്യത്യാസം എനിക്ക് തോന്നിയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ശ്രദ്ധിക്കാത്ത മുടിയൊക്കെ ആണെങ്കിൽ, ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, മുടി കൊഴിയുന്നുണ്ട്, താരനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാകും കേട്ടോ. എനിക്ക് നല്ല ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട ശേഷം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണിക്കുന്നില്ല, പറയാം. അപ്പോൾ ഓക്കെ, അത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ മുടി ഹെയർ ഫോളിനും ഈ കൊഴിയുന്നതിന് അതിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അതെന്ന് പറഞ്ഞാൽ ഉപ്പിടരുത്, ഉപ്പിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഉപ്പിടരുത്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തലേ ദിവസം എടുത്ത് വെക്കണം. അത് പുളിപ്പിച്ച ശേഷം നമുക്ക് തലയിൽ നന്നായിട്ട് തല കുനിച്ചൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ തലയൊട്ടിയിലൊക്കെ നല്ല രീതിക്ക് നമ്മൾ പറഞ്ഞത് പുളിപ്പിച്ച ശേഷം നമുക്ക് തലയൊട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നാമത്തെ അത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ തണുപ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. വൈകിട്ട് അധികം ചെയ്യാൻ നിൽക്കേണ്ട. എന്താണെന്നറിയാമോ, വൈകിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് നീരിറക്കമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടേക്ക് കഴിവതും ചെയ്യാതിരിക്കണം. ഇപ്പോൾ മഞ്ഞുള്ളതല്ലേ, കാരണം ഞാനൊരു ദിവസം തലയിൽ കുറച്ച് നേരം അധികം നേരം വെച്ചു. അപ്പോൾ ചെറിയൊരു തൊണ്ടയ്ക്ക് ഒരു തൊണ്ടവേദന, ഒരു മൂക്കടപ്പൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. പിന്നെ നമുക്കെന്ത് പറയുക, കഞ്ഞി വെള്ളത്തിൽ തന്നെ തലേ ദിവസം നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ പേരലയില്ലേ, പേരലയുടെ കിളുന്തല അത് പറിച്ച് ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുത്ത ശേഷം വെള്ളത്തിലിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ നേരം നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ആ വെള്ളം തല കഴുകുക. ഏറ്റവും ബെസ്റ്റാണ് മുടി കൊഴിയുന്നതിനും പിന്നെ ഹെയർ ഫോളിനും ഏറ്റവും ബെസ്റ്റാണ് ഈ നമ്മുടെ പേരല എന്ന് പറയുന്നത്. പിന്നെ അത് വേണേൽ നമുക്ക് അരച്ചും ചേർക്കാം. അപ്പോൾ അരച്ച് ചേർക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വെള്ളവും ഒരുപാട് സമയം എടുത്ത് തല നന്നായിട്ട് കഴുകണം. എന്നാലേ ഈ അരച്ച് വെച്ച ഈ നമ്മുടെ ഈ ഇലയുടെ അംശമൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഒത്തിരി സമയം കഴുകേണ്ടി വരും. അപ്പോൾ അതിനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്, കഞ്ഞിവെള്ളത്തിലേക്ക് കുഞ്ഞായിട്ട് കീറിയിടുക. അപ്പോൾ കഞ്ഞിവെള്ളത്തിനൊരു കളർ ഷെയ്ഡ് വരും, ഒരു കറുപ്പ് കളർ പോലെ വരും, ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ. അപ്പോൾ അത് എടുക്കാൻ നേരം ഇല നന്നായിട്ട് ഞെരടിയിട്ട് ആ ഇല കളഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് നല്ലതായിട്ട് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലപോലെ കൈ കൊണ്ട് ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ട് പിന്നെ സാധാ വെള്ളത്തിൽ നന്നായിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തല കഴുകി തുടച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക ഇല്ലേ, നെല്ലിക്ക മേടിച്ചിട്ട് അത് വെയിലത്ത് വെക്കരുത്, തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അത് ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ തണലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഉണങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചാലും മതി, ഈ ഉണക്ക നെല്ലിക്ക മേടിച്ചാൽ മതി. അപ്പം അത് എടുത്തിട്ട് എണ്ണ കാച്ചി തേക്കുന്നതും നല്ലതാണ്. അപ്പം മുടി കൊഴിയുന്നതിന് ഏറ്റവും ബെസ്റ്റ്, മുടി കൊഴിയാതിരിക്കുകയും ചെയ്യും നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഈ 3 ടിപ്പാണ് അപ്പം നമ്മളിന്ന് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. മുമ്പത്തേലൊക്കെ നല്ല അത്യാവശ്യം മുമ്പത്തേലൊക്കെ മുടി കിളുക്കുന്നുമുണ്ട്, അത്യാവശ്യം ഇച്ചിരി തിക്നെസ്സൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ദിവസം നമ്മളത് കണ്ടിന്യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ 3 ടിപ്പാണ് ഇന്നിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. പിന്നെ 1-2 ടിപ്പൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ ഇടാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.